നാമം ബോധപ്പെടുന്നതാകട്ടെ. അഭിമന്യ ഡോക്ടർ യുവാൻ മാർട്ടിയസ് പ്രൊഫസറിനെ ഏറ്റവും ബഹുമാനപ്പെട്ട വന്യനായ കലരം വാച്ചൻ സാംസദ് സജു സർ, അതുപോലെ ഈ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ള കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രസംഗത്തിനുള്ള സമയമല്ല എന്ന് എനിക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വേദിയിൽ ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വലിയ അനർഘ നിമിഷമാണ്. ഞങ്ങളൊക്കെ ജനിച്ചു വീണതൊട്ട് അമ്പാടി തിരുമേനി ജീവിച്ചിരുന്നപ്പോൾ കണ്ടിട്ടുള്ള ചെറുപ്രായത്തിൽ, അത് കഴിഞ്ഞ് ജീവിതത്തിൽ എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതെല്ലാം ഈ കബറുകളിൽ നിന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന വളരെയധികം ജനങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ നമ്മളത്തേക്ക് ഇന്ന് പരിശുദ്ധ അമ്പാടി തിരുമേനിയുടെ നാമത്തിലുള്ള സ്കോളർഷിപ്പ് കിട്ടുന്ന കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണ്. കഴിഞ്ഞ ദിവസം വന്യ തിരുമേനി പറഞ്ഞതുപോലെ ദേവലോകത്ത് ഞങ്ങളുടെ ഐഡൻറ്റി ആർട്ടിസ്റ്റിൻ്റെ ഇതുപോലൊരു അവാർഡ് കൊടുക്കുന്ന സമയത്ത് തിരുമേനി കുട്ടികളെ ഓർമ്മിച്ചൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, നിങ്ങളുടെ പഠന ചെലവൊക്കെയായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ കിട്ടിയിരിക്കുന്ന തുക വളരെ തുച്ഛമായ ഒരു തുകയാണ്. തുകയെ നോക്കിക്കഴിയുമ്പോൾ പക്ഷേ അതിൻ്റെ കൂടെ തിരുമേനി പറഞ്ഞു, നിങ്ങളത് ഓർക്കണം, ഇത് ഒരു പ്രസാദമാണ്. അത് വന്യ തിരുമേനിയോട് പറഞ്ഞു, അത് നിങ്ങൾക്ക് വലിയ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. കാരണം ഇവിടെ വന്ന് ഈ പ്രസാദം കിട്ടുക എന്ന് പറയുന്നത്, ഞങ്ങളിവിടെ കുറച്ച് രജിസ്ട്രേഷനൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു പിതാവ് റമ്പാച്ചൻ്റെ അടുത്ത് വന്ന് ചില പ്രയാസത്തിൽ പറയുന്നത് കേട്ടു. നമുക്കറിയാം, തിരുമേനി പറഞ്ഞു, വളരെ പരിമിതികൾ കണ്ടെത്താണ് ഇത്രയും പേരെ വിളിച്ച് ഇത് പണം കൊടുക്കുക. ഞാനും എന്നെ ഈ കമ്മിറ്റിയിലേക്ക് ഓപ്റ്റ് ചെയ്തത് എനിക്കറിയാം എന്തുമാത്രം പ്രയാസപ്പെട്ടാണ് ഈ പണമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ആ പിതാവ് വന്ന് റമ്പാച്ചനോട് ഇച്ചിരി പരുഷമായിട്ട് പറഞ്ഞു, ആ കുട്ടിക്ക് 5000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അവൻ വിളിച്ചു പറഞ്ഞു, അച്ഛനോട് വിളിച്ചു പറഞ്ഞു, ഇത് നാണക്കേടാണ്, വാങ്ങിക്കാതെ പോലെ. അപ്പം നമ്മളിതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ആ പണമല്ല എന്നതൊന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു മാത്രം. ഞാൻ കന്യാമോൾ ജോസഫിനെ ഞാൻ ഒന്നും എഴുന്നേറ്റ് വന്നില്ല. ഈ വലിയ സന്തോഷം തോന്നി. ഞാനിവിടെ ഇരുന്നപ്പോൾ ശ്രദ്ധിച്ച കുഞ്ഞാണ്. ഒരു 4 വർഷം മുമ്പ് ഒരു ദിവസം മത്തായി റമ്പാച്ചൻ എന്നെ ഇങ്ങനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, അയക്കേണ്ട സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത് കുട്ടി നാളെ ആന്ധ്രയ്ക്ക് പോവുകയാണ്. വണ്ടിക്കൂലിക്ക് ഉള്ള പൈസ എത്ര കുറവുകൾ ഒത്തിരിയുണ്ട്, പക്ഷേ ആ പൈസ ഒന്ന് എത്തിച്ചു തന്നാൽ അവർക്ക് അത് പ്രയോജനമാകും. ഞങ്ങൾ തിരുവനന്തപുരത്ത് റമ്പാച്ച അച്ഛനാണ്. റമ്പാച്ച അച്ഛൻ അത് ആ പണം ആയിട്ടില്ല, നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സാധാരണ എവിടെയൊക്കെ ഒരു സെൻട്രൽ ഫോർമുലായിട്ടാണ്. അപ്പം മാതൃപ്രദേശൻ എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യണം, ഇന്നോഗ്രേഷൻ അമ്പാടി തിരുമേനിയുടെ ആ പൈസ ഇങ്ങോട്ടായിട്ട് പോവാ, ഈ കവറുകൾ വെച്ച് നമുക്ക് നടത്താം. അങ്ങനെ കന്യാമോൾ ജോസഫ് അന്ന് വണ്ടി കയറി പോയി. ഇന്ന് കന്യാമോൾ ജോസഫ് BSc നഴ്സിംഗിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ. അതിനിടയ്ക്ക് കുറേ ഡെവലപ്മെന്റ് ഉണ്ടായി. കന്യാമോൾ ജോസഫിൻ്റെ കുടുംബത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടാനിടയുണ്ടായി. ആ കുടുംബത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉള്ളതായിട്ട് ഞങ്ങൾ മനസ്സിലായി. കോട്ടയ്ക്കാട് അപ്പറമ്പള്ളി ഇടവക്കാരാണ് അവിടെ. പക്ഷെ ഞാൻ അവിടുത്തെ +2 ചോദിച്ചപ്പം അവർക്ക് പോലും ഇങ്ങനൊരു കുട്ടിയോ കുടുംബത്തോ ഇങ്ങനെ പ്രയാസമൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് പൂർണ്ണമായിട്ട് എനിക്കിവിടെ പറയാൻ പറ്റും. കന്യാ ജോസഫ് കുടുംബവും തിരുമേനി പറഞ്ഞതുപോലെ അമ്പാടി തിരുമേനിയുടെ ശിഷ്യരായിട്ട് തിരുമേനി കാണിക്കുന്ന പാത പിന്തുടരുന്ന ഒരു കുടുംബമായിരിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമാണ്. അതുപോലെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച കുട്ടികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളക്കാരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള 2 ഡെവലപ്മെന്റ് കേരളത്തിൽ നടന്നു. ഒന്ന്, ഒരു ശ്രീജ JS എന്നുള്ള ഒരു കുട്ടി 57ാമത്തെ റാങ്ക് വാങ്ങി, തിരുവനന്തപുരംകാരിയാണ്, സിവിൽ സർവീസ് പാസ്സായി. കഴിഞ്ഞ ദിവസം പരിശുദ്ധ ബാബാതിരിമേനി കുട്ടിയുടെ ഇന്റർവ്യൂ ആയിട്ട് അച്ഛൻ പറഞ്ഞത് കോട്ട് ചെയ്തു. ഞാനത് വീണ്ടും വരുന്നില്ല. നമുക്ക് അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടുക ഇന്നത്തെ കാലത്ത്. കാരണം ഇതൊരു സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷത്തിലാണ് കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത്. ഒരു ചെറിയ ഒരു ചാൻസ് മതി, അബദ്ധങ്ങൾ മതി തെറ്റിപ്പോകാനായിട്ട്. കാരണം നമുക്ക് നല്ല റോൾ മോഡൽസ് ആണ്. അത് കഴിഞ്ഞ് നമുക്കറിയാം
ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ നമുക്കറിയാം, 7 വയസ്സ് അച്ഛന് ഡൽഹിയിൽ കോൺസ്റ്റബിളായിരുന്നു. അവിടുത്തെ സാഹചര്യം അച്ഛൻ്റെ ഒരു വലിയ തീക്ഷ്ണമായ ഒരു ആഗ്രഹമാണ് അവനൊരു നല്ല ക്രിക്കറ്ററാകണമെന്ന്. അവിടുത്തെ ആ ജോലി കളഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വരികയാണ്. അവൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ പറയുന്നത് 2 ബസ് കയറി അവൻ്റെ കിറ്റുമൊക്കെ ആയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ് വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവന് ഡ്രസ്സ് മാറാനുള്ള സൗകര്യമില്ല. കോർണറിലൊരു ടാപ്പുണ്ട്, അതിൽ നിന്ന് വാഷ് ചെയ്തിട്ട് സ്കൂളിലെ യൂണിഫോം ഇട്ട് വീണ്ടും ബസ് കയറി പോവുകയാണ്. അങ്ങനെ വന്ന പയ്യനാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യൻ ടീമിലുണ്ട് അവനെ ഇരുത്തിയിരിക്കുക. കഴിഞ്ഞ ന്യൂസിലൻഡുമായിട്ടുള്ള 5 മത്സരങ്ങളിൽ അവനെ പ്രതീക്ഷിക്ക് ഉയരാൻ സാധിച്ചില്ല. പക്ഷേ അവനവിടെ എല്ലാം തീർന്നു. പക്ഷേ സച്ചിൻ തെണ്ടുൽക്കർ എന്നുള്ള ഒരു വലിയ മനുഷ്യനുമായിട്ട് അവർക്ക് സാമീപ്യം ഉണ്ടാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ വലിയ കഴിവുകൊണ്ടാണ് ഈ വേൾഡ് കപ്പിൻ്റെ ടീമിൽ വന്ന് അവൻ എന്താണ് ചെയ്തത്. ഇന്നിപ്പം ഇന്ത്യ കോൺസിക്യൂട്ടീവായിട്ട് 2ാമത്തെ വേൾഡ് കപ്പ് കിട്ടിയെങ്കിൽ ഈ സഞ്ജു സാംസണാണെന്ന് പറയാനായിട്ട് നമുക്ക് യാതൊരു മടിയില്ല. പക്ഷെ അതല്ല അതിൽ പ്രധാനമായിട്ടുള്ളത്. അവന് അത് കഴിഞ്ഞ ഉടനെ ഒരു ചാർട്ടർ ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി. അവൻ എന്തിനാ വന്നത് കഴിഞ്ഞാൽ അവൻ്റെ അമ്മയെ കാണാൻ. അവൻ എത്ര വിനയത്തോടെയാണ് സംസാരിക്കുന്നത് സഞ്ജു സാംസൺ. യാതൊരു ഭാവവ്യത്യാസമില്ല. പറയുകയാണ്, ഞാൻ വന്നു, ആരെ അറിയിച്ചിട്ടല്ല വന്നത്, പത്രക്കാരെ പറഞ്ഞാലും ചാർട്ടർ ഫ്ലൈറ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, 2 ട്രാൻസ്പോർട്ട് ബസ് കയറി വിഷമിച്ച് പ്രാക്ടീസ് ചെയ്ത പയ്യനാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അതൊന്നും കാണിക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ രീതിക്ക് ആ ചാർട്ടർ ഫ്ലൈറ്റ് വരുന്നതും അതിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഒക്കെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നല്ല സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ചാനലുകളൊക്കെ ഉണ്ട്. എന്നിട്ട് അവരോട് സൈലൻ്റായിട്ട് പോവുക. ഞാൻ എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോവുകയാണ്, 2 ദിവസം അവരോട് കഴിയണമെന്ന്. ഞാനത് പറയാൻ കാര്യം, നമുക്ക് നല്ല മോഡൽസ് ആണ് കഴിഞ്ഞ. അതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് മോഡലുണ്ട്. നെഗറ്റീവ് അത് ഞാൻ പറയുന്നു, പക്ഷേ എല്ലാവരും സമ്മതിക്കണമെന്ന്. കാരണം അതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യും. ഒരു നാടോടി പെൺകുട്ടി കുംഭമേള കഴിഞ്ഞ് നന്നായിട്ട് പാട്ട് പാടി, മൊണാലിസ എന്നുള്ള കുട്ടിയാണ്. ആ കുട്ടി വന്നു, അവള് അച്ഛനെ നിഗ്രഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചിട്ട് പോയത്. എനിക്ക് പറയാനുള്ള ഉത്തരവ് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട്, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. ആ ഒറ്റ ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ വേണ്ടിയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ അച്ഛനും അമ്മയ്ക്ക് എന്തുമാത്രം പ്രയാസപ്പെടുന്നു, അതിൻ്റെ ഒരു പ്രയോജനം നമുക്കുണ്ടാകും. അനുഗ്രഹമാകത്തില്ല. നമുക്ക് നൈമിഷികമായ ഒരു വികാരത്തിൽ ഐക്യം ചാരിറ്റിയെ കുറിച്ച് പറഞ്ഞു. തിരുമേനിയുടെ ഈ ശതോത്തര ജൂബിലിയോടനുബന്ധിച്ച് ഒത്തിരി പദ്ധതികളുണ്ട്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഫീസ് കൊടുക്കാനുള്ള എന്തെങ്കിലും പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മാനേജത്തിനുണ്ട്, അനുപച്ചൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്ത് അനുപച്ചനാകാം, അല്ലെങ്കിൽ മത്തകരപ്പച്ചനാകാം. പിന്നെ ഈ വീടുകളുടെ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ ഒരാഗ്രഹമാണ് ഈ ശതോത്തര ജൂബിലിയോടനുബന്ധിച്ചുള്ള ഒരു 5 വീടുകളിൽ പാർഷ്യലായിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന്. കഴിഞ്ഞ വർഷം തിരുമേനിയുടെ കാര്യങ്ങൾ പറഞ്ഞു ചെയ്യാൻ സാധിച്ചു. ഇതെല്ലാം ഞാൻ പറയുന്നത് ഞങ്ങളുടെ വിശ്വാസമാണ്. ഞങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഈ വിശുദ്ധ കവറുകൾ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ടായി പോകാറുണ്ട്. ഇന്നേ വരെ ഒരു കാര്യവും നടക്കാതെ നിന്നിട്ടില്ല. അതൊക്കെ നടക്കുമെന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി തിരുമേനിക്ക് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. താങ്ക് യു വെരി മച്ച്.